ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിന് പകരമായിട്ട് ഓയിൽ ഏതെങ്കിലും ചേർത്താലും മതി കേട്ടോ. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി വയ്ക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി ഒരു തക്കാളി ചേർക്കാം. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ മുട്ടയാണ് കേട്ടോ. അത് കാരണമാണ് 4 എണ്ണം പൊട്ടിച്ചൊഴിക്കുന്നത്. അതിൽ ഒരു 3 എണ്ണം മണിയിൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി മാവ് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ബോൾസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. 8 ബോൾസാണ് ഇതുവഴി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചപ്പാത്തി പരത്തും പോലെ തന്നെ പരത്തിയെടുക്കാം. പക്ഷെ അത്രയും തിന്നാക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതായത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചൊരു നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് പോരും. അപ്പോൾ ഇതുപോലെ ഒരുപാട് അങ്ങോട്ട് കട്ടി കുറയ്ക്കരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കും പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയൊന്നും കുറയ്ക്കരുത്. അന്നേരവും പൊട്ടിപ്പോരും. ഇതിങ്ങനെ നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ ചുറ്റിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തോ. മോമോസ് അതിനേക്കാളും നല്ലത് ആലു പറാത്ത ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫില്ലിങ് മാത്രം ഒന്ന് വ്യത്യാസപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇറക്കാക്കി എടുത്ത് വെച്ചാൽ കേട്ടോ. പിന്നെ അതുപോലെ കുറച്ചൊന്ന് പൊട്ടിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് ഈ നമ്മൾ മടക്കി വച്ച ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം ചുടാനായിട്ട് ഇടും. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് ഈ ഭാഗം ചുടാനായിട്ട് ഇടുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ.
എത്രയും മതി കേട്ടോ. ഒരു ചെറിയൊരു റൗണ്ട് ആക്കി എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇനി എല്ലാതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ആ ഒരു നമ്മളുണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, അത് ഈ ഒരു 8 എണ്ണത്തിന് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചൊക്കെ ഈ സൈഡൊക്കെ ഒന്ന് പൊട്ടിപ്പോയി എന്ന് കരുതി ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ പേടിയുള്ളവർ കുറച്ചൊരു ഗോതമ്പ് പൊടി, നമ്മൾ എടുക്കണ ഗോതമ്പ് പൊടി ഉണ്ടാവുമല്ലോ താഴത്തിൽ ആദ്യം പരത്തിയെടുക്കുമ്പോൾ, അതൊന്ന് കുറച്ചൊന്ന് തൂക്കി കൊടുത്തോളൂ. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പൊക്കെ കിട്ടിയേച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് പരത്തുകയും വേണ്ട അല്ലേ. അപ്പം ഇതിൻ്റെ താഴെ കുറച്ചൊരു പൊടി ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പം കുറച്ചൊന്ന് പൊടി ഇട്ടിട്ട് വേണം ഇത് ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കലും പരത്തലും ഒക്കെ ഒപ്പം തന്നെ കഴിയും കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് തിരിച്ചും മറിച്ച് നോക്കിയിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിക്ക് വീർത്ത് വരുമ്പോൾ അതുപോലെ വീർത്തും പറ്റിയൊന്നും വരത്തില്ല കേട്ടോ. അകത്തെ ഫില്ലിങ് നല്ലപോലെ വെന്തത് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ പുറം വശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയേച്ചാൽ മതി. അതായത് നമ്മുടെ ഗോതമ്പിൻ്റെ ഇത് മാത്രം ഒന്ന് വെന്ത് കിട്ടിയേച്ചാൽ മതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കും പോലെ ഇരിക്കും. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇതൊക്കെ കുറച്ചൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷെ അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കറി ഒന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.